പൊന്നോണത്തിന്റെ വരവറിയിച്ച ഇന്ന് അത്തം തെക്കേ ഗോപുരനടയിൽ ഭീമൻ അത്തപ്പൂക്കളമൊരുങ്ങി. തൃശൂർ നഗരത്തിൽ നാലോളനാളിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. 3 പിടിയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം സ്വദേശി സൂരജിന്റെ ഭാര്യ ഐശ്വര്യയാണ് മരിച്ചത്. പട്ടിക്കാട് പീച്ചി അടിപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനമിടിച്ച അപകടം. ദേശമംഗലത്ത് ഉപയോഗശൂന്യമായ പാറമടയിൽ ഉടമയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂക്കോഴി മുണ്ടത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. വാർത്തകളിലേക്ക് വിശദമായി. ഇന്ന് പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം നാൾ. മലയാളക്കര തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഏറെ പറഞ്ഞിട്ടും കേട്ടിട്ടും മലയാളിക്ക് മതിവരാത്തൊരു കഥയുണ്ടെങ്കിൽ അത് ഓണനാളുകളെക്കുറിച്ചായിരിക്കും. ദാനശീലനായ ഒരു മഹാരാജാവിന്റെ പത്തരമാറ്റുള്ള പ്രജാസ്നേഹത്തിന്റെ പാടിപ്പതിഞ്ഞ ശീലുകളുടെ ഐതിഹ്യ പെരുമയാണിത്. അത്തം മുതൽ മലയാളക്കരയാകെ കേട്ടുതുടങ്ങും ആ താളം. നാട്ടുവഴികളും നഗരവീഥികളും അണിഞ്ഞൊരുങ്ങുകയാണ്. വീട്ടുമുറ്റങ്ങൾ പൂക്കളങ്ങളാൽ നിറച്ചാർത്തണിയും. മണ്ണിലും മനസ്സിലും ഏഴഴകിന്റെ ആഹ്ലാദമഴവിൽ ചന്തം മിഴിവേകും. ഓണവിപണിയും ഉണരുകയാണ്. വസ്ത്രഗൃഹോപകരണശാലകളിൽ തിരക്കേറുന്നു. വഴിയോര കച്ചവടക്കാർക്കും ഇത് പ്രതീക്ഷയുടെ പൂക്കാലം. ഓണനാളുകൾ വെച്ച് ഭയങ്കര പ്രതീക്ഷയാണ്. എത്ര നാളും മഴയൊക്കെയായിരുന്നു. ഈ മഴ മാറി നല്ല കാലാവസ്ഥയിൽ നിൽക്കുന്നത്, നല്ല രീതിയിൽ കച്ചവടം കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അത്തം 10 തിരുവോണമാണ്. ആ കാത്തിരിപ്പിനും ഒരുക്കത്തിനും അകമ്പടിയായി മനുഷ്യരെല്ലാം ഒന്നായി നിന്ന കള്ളവും ചതിയുമില്ലാത്ത ഒരു മാവേലി നാടിന്റെ തുടിപ്പാട്ടുകളുണ്ട്. പുലരികളിൽ നിറയുന്ന പൂവഴകിന്റെ നിറമിഴി ചന്തമുണ്ട്. ആഹ്ലാദ പൂത്തിരിയുമായി നല്ലൊരു നാളെയിലേക്ക് കാൽവയ്ക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ ആരുറപ്പുമുണ്ട്. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കരിമേഘങ്ങളൊക്കെ നീങ്ങട്ടെ. ഉത്സവാരവങ്ങളുടെ നിറങ്ങളിൽ നീരാടി മനസ്സിന്റെ പൂമുഖത്ത് ശുഭപ്രതീക്ഷയുടെ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി നമുക്ക് ഓണനാളുകളെ വരവേൽക്കാം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം KB ലിബീഷ്, TCV ന്യൂസ്, തൃശൂർ. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഇത്തവണയും അത്തപ്പൂക്കളമൊരുക്കി സാംസ്കാരിക നഗരി ഓണാഘോഷത്തെ വരവേറ്റു. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ 18ാമത് അത്തപ്പൂക്കള സമർപ്പണത്തിന് P. ബാലചന്ദ്രൻ MLA കൊടിയേറ്റി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ദീപം തെളിയിച്ച് പൂക്കളം സമർപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA ഓണ സന്ദേശം നൽകി. ACP സലീഷ് എൻ ശങ്കർ, സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷോബി T. വർഗീസ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചെണ്ടമേളങ്ങളും കുമ്മാട്ടിക്കൂട്ടങ്ങളും ആഘോഷങ്ങൾക്ക് അകമ്പടിയേകി. ഭക്തജനങ്ങൾക്ക് പുറമെ പ്രഭാത സവാരിക്കാർ, മധ്യാഹ്നങ്ങളിൽ മൈതാനത്ത് വിശ്രമം തേടിയെത്തുന്നവർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, മൈതാനത്തെ ചീട്ടുകളി സംഘങ്ങൾ, സായാഹ്നങ്ങളിൽ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നവർ തുടങ്ങി വലിയൊരു ജനാവലിയാണ് പൂക്കളമൊരുക്കുന്നതിൽ പങ്കാളികളായിരിക്കുന്നത്. ചെണ്ടുമല്ലി, മന്ദാരം, ജമന്തി, തുളസി തുടങ്ങിയ വിവിധ ഇനങ്ങളായ 1500ഓളം കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് 60 അടി വലുപ്പമുള്ള ഭീമൻ അത്തപ്പൂക്കളം തയ്യാറാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. നാലോളം നാളിൽ ലോകം തൃശൂരിലേക്ക് ഒഴുകുന്ന പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. നടുവിലാലിൽ മേയർ MK വർഗീസ് കൊടിയേറ്റ് നിർവഹിച്ചു. ലോക മലയാളികൾ കാത്തിരിക്കുന്ന തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമാണ് പുലിക്കളിയെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. പുലിക്കളി മഹോത്സവത്തിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളി വളരെ ഭംഗിയായി നടത്തുമെന്നും മേയർ പറഞ്ഞു. ഡിവിഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, AK സുരേഷ്, പുലിക്കളി സംഘം ജനറൽ കൺവീനർ രാഹുൽ നാഥ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോലഴി പൂമ്പാറ്റ ടീമിന്റെ ചെണ്ടമേളവും കൊടിയേറ്റത്തിന് അകമ്പടിയായി. ഇത്തവണ 9 പുലിക്കളി ടീമുകളാണുള്ളത്. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാമിൽ, ചക്കാമുക്ക്, വിയ്യൂർ, പാട്ടുരായ്ക്കൽ, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ, നായ്ക്കനാൽ എന്നീ സംഘങ്ങൾ നാലോള നാളിൽ നഗരം കീഴടക്കാനിറങ്ങും. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെളിയന്നൂർ പുലിക്കളി സംഘം ഇറങ്ങുന്നത്. 2012 നടന്ന പുലിക്കളിയിൽ വെളിയന്നൂർ ദേശം നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ഒന്നിനൊന്ന് വീറും വാശിയോടെയുമാണ് ഇത്തവണ ഓരോ പുലിക്കളി സംഘവും നഗരത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. പുലിക്കളിക്കായി വിയ്യൂർ യുവജന സംഘം പുലിക്കളി സമിതി ഒരുക്കം തുടങ്ങി. കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ കൊടിയേറ്റം നടത്തി. പുലിക്കളി സംഘം ഭാരവാഹികളായ TS സുമേഷ്, KK ദാസൻ, AK ജയകൃഷ്ണൻ, സ്മിനി ഷിജോ, V ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി.
3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കൈപ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട്ട് ക്ഷേത്രത്തിന് സമീപം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു മരണം. ഇന്നലെ ഉച്ചയ്ക്ക് 3 പീടിക തെക്കേ ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറി സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങി. കൂടെ ഉണ്ടായിരുന്ന ഭർത്തൃപിതാവ് മോഹനനും പരിക്കേറ്റിരുന്നു. പട്ടിക്കാട് പീച്ചി റോഡ് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനമിടിച്ച അപകടം. വാഹനത്തിന്റെ ഡ്രൈവർ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. പുലർച്ചെ 3:30 അപകടമുണ്ടായത്. തമിഴ്നാട് മേട്ടുപ്പാളയത്ത് നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാനിന്റെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തി ഡ്രൈവർ ജാക്കിയെടുക്കുന്നതിനെ പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു വാഹനം ഇടിച്ചു കയറിയത്. നാഗപട്ടണത്ത് നിന്നും വാടാനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാനാണ് ഇടിച്ചു കയറിയത്. പിന്നിലിടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് 1 മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നത്. തുടർന്ന് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും പീച്ചി പോലീസും ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദേശമംഗലത്ത് ഉപയോഗശൂന്യമായ പാറമടയിൽ ഉടമയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂക്കോഴി മുണ്ടത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. മോട്ടോർ കേടുവന്നതിനെ തുടർന്ന് നന്നാക്കാനായി പോയതായിരുന്നു. ഏറെ വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പാവറട്ടി പെരിങ്ങാട് സ്വദേശിയായ ബാർ ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. വരടിയം ചീരക്കാട്ടുകുഴിയിൽ രാഹുലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 16-നാണ് കേസിനാസ്പദമായ സംഭവം. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ബാർ ജീവനക്കാരനെയും സഹപ്രവർത്തകരെയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ തൃശൂർ ടൈറ്റൻസ് ഇന്ന് വീണ്ടും ഇറങ്ങുന്നു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ് എതിരാളികൾ. ഉച്ചയ്ക്ക് 2:30 മത്സരം. കളിച്ച 3 മത്സരങ്ങളും ജയിച്ച് 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. 3 കളികളിൽ 2 ജയവും 1 തോൽവിയുമടക്കം 4 പോയിന്റുള്ള തൃശൂർ 3-ാം സ്ഥാനത്താണ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ ഡയാലിസിസ് വാർഡ് തുറന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആയുരാരോഗ്യ സൗഖ്യം പദ്ധതിയുടെ സഹകരണത്തോടെ 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ വാർഡ് ഒരുക്കിയത്. നേരത്തെ 12 ഡയാലിസിസ് മെഷീനുകളാണ് ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നത്. പുതിയതായി 4 മെഷീനുകൾ കൂടി സ്ഥാപിച്ചു. നിലവിൽ ദിവസവും 20 പേർക്കാണ് ഡയാലിസിസ് സേവനം നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാർക്ക് കീഴിൽ 3 നഴ്സുമാരും 7 ടെക്നീഷ്യന്മാരും ഡയാലിസിസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാർലിക്കാട് വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ചുള്ള ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. നാരായണീയം സമിതി അംഗം സൗദാമിനി വാരസ്യാർ പ്രകാശനം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് VR ഹരി നോട്ടീസ് ഏറ്റുവാങ്ങി. TK രാജേന്ദ്രൻ, G മാധവൻകുട്ടി, അഡ്വക്കേറ്റ് വിഷ്ണുദേവ്, P രാഗേഷ്, EV സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റംബർ 6 മുതൽ 14 വരെയാണ് ആഘോഷങ്ങൾ നടക്കുക. എടത്തിരുത്തിയിൽ വിസ്മയ കാഴ്ചയൊരുക്കി ചെണ്ടുമല്ലിപ്പാടം. വിത്തുൽപാദന കേന്ദ്രത്തിലാണ് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. സീഡ് ഫാമിലെ ജീവനക്കാരാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് നേട്ടം കൊയ്തത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ കൃഷി ഓഫീസർ S മിനി, കൃഷി അസിസ്റ്റന്റ് B പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
എന്നുദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ്, അതിൻ്റെ പരിപാടിയാണ് നടക്കുന്നത്. ഇതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ ഡിവിഷൻ്റെ മെമ്പറും കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജുളേച്ചിയാണ്. തൊഴിലാളികളുടെയും അവരുടെ ഒരു കൈമെയ് മറന്നുള്ള പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ഓണത്തിനോടനുബന്ധിച്ച് ഉപ്പേരി ചലഞ്ചുമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് 5-ാം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉപ്പേരി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് പ്രവീണ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് രാജു, സ്കൂൾ വികസന സമിതി അംഗം രാമൻ നമ്പൂതിരി, NSS പ്രോഗ്രാം ഓഫീസർ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന അംഗവും അതുപോലെ തന്നെ സ്കൂൾ വികസന സമിതി അംഗവുമായിട്ടുള്ള രാമൻ, പ്രിയപ്പെട്ട രാമൻ നമ്പൂതിരി, പ്രിയപ്പെട്ട സ്മിത. 399 വിഭവങ്ങളുമായി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മെഗാ ഓണസദ്യ ഒരുക്കി. ബികോം ഫിനാൻസ് സ്വാശ്രയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ സദ്യ ഒരുക്കിയത്. 2016 അൽ നിഷാൽ എന്ന അധ്യാപകന്റെ ആശയത്തിലായിരുന്നു ഈ മെഗാ സദ്യയുടെ ഉത്ഭവം. 2022 ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഈ വർഷം വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും വീടുകളിലാണ് വിഭവങ്ങൾ തയ്യാറാക്കിയത്. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകി. ഇലയിൽ വിളമ്പിയ വിഭവങ്ങൾ ഇന്റർനാഷണൽ ഷെഫായ അവിൻ അമ്പി രുചിച്ചു നോക്കി എണ്ണിത്തിട്ടപ്പെടുത്തി കോളേജ് അധികൃതർക്ക് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൈമാറി. വീഡിയോകളും ഇത്തരം രേഖകളും പരിശോധന നടത്തി ഗിന്നസ് അധികൃതർ റെക്കോർഡ് വിവരം പിന്നീട് അറിയിക്കും. വിവിധ ഇനം പായസങ്ങൾ, അച്ചാറുകൾ, ചമ്മന്തികൾ, വറവുകൾ, മധുരപലഹാരങ്ങൾ, പ്രധാന കറികൾ, സൈഡ് കറികൾ, സ്പെഷ്യൽ വിഭവങ്ങൾ എന്നിവ മെഗാസദ്യയുടെ ആകർഷണമായിരുന്നു. പൊതുജനങ്ങളും വിദ്യാർത്ഥികളുമായ 1000 പേർക്ക് സദ്യ ഒരുക്കിയിരുന്നു. MLA E.T. ടൈസൺ ചോറ് വിളമ്പി മെഗാസദ്യ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ലാറ്റിൻ അമേരിക്കൻ ഗുഡ്വിൽ അംബാസഡർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, വേണുഗോപാല മേനോൻ, വിപിൻ പാറമേക്കാട്ടിൽ, സോണിയ ഗിരി, DYSP ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, കോർഡിനേറ്റർ CL സിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ലയൺസ് ക്ലബിന്റെ സേവന പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച മനപ്പടിയിലെ വടക്കൂട്ട് ചാക്കുണ്ണി മെമ്മോറിയൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയർ VC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ്, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ചാവക്കാട് താലൂക്ക് ഹൌസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. ചാലിശ്ശേരി പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ രക്ഷാധികാരി ഉണ്ണി മങ്ങാട് അധ്യക്ഷത വഹിച്ചു. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കുത്താമ്പുള്ളിയെ വള്ളുവനാടുമായും മലബാർ മേഖലകളുമായും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവല്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ച് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് പാലം യാഥാർത്ഥ്യമാകുന്നത്. കിഫ്ബി പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ 33.14 കോടി രൂപ അനുവദിച്ചു. ആകെ 3 പാലങ്ങളാണ് പദ്ധതിയിലുള്ളത്.
പുഴയ്ക്ക് കുറുകെയുള്ള പ്രധാന പാലം, കുത്താമ്പുള്ളി ഭാഗത്തെ അനുബന്ധ റോഡിൽ വരുന്ന പാലം, ഇറിഗേഷൻ കനാലിന് കുറുകെ വരുന്ന ഭാഗത്തുള്ള ഒരു ചെറിയ പാലം എന്നിവയും പാലത്തിന്റെ അപ്രോച്ച് റോഡുമാണ് വിഭാവനം ചെയ്യുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് നഷ്ടപരിഹാരമായ 6.27 കോടി രൂപ പാലം നിർമ്മാണത്തിന് മുൻപ് കൈമാറി. നിലവിൽ സംരക്ഷണ ഭിത്തികളുടെ പ്രവൃത്തികൾ നടന്നുവരുന്നു. കാനയുടെ പണികളും നടക്കുന്നുണ്ട്. പെയിന്റിംഗ്, രണ്ടാംഘട്ട ടാറിംഗ് എന്നിവയും താമസിയാതെ തുടങ്ങും. ഒക്ടോബറിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, തിരുവല്ലാമല. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി 7-ാം വാർഡ് കോൺഗ്രസ് സ്നേഹസംഗമം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. മുൻ MP TN പ്രതാപൻ, NS വിജയൻ, TM നാസർ, ബൈജു കണ്ടപ്പശ്ശേരി, സാബു കൈതാരൻ, TA തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അനുഭവങ്ങളുടെ സമ്പത്തുമായി ഫോട്ടോഗ്രഫി രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുകയാണ് ചാലക്കുടിയിലെ ജോയ് കല്ലിങ്ങൽ. നിരവധി പ്രമുഖരുടെ ചിത്രങ്ങൾ പകർത്താനായതിന്റെ ചാരിതാർത്ഥ്യമാണ് 70-ാം വയസ്സിലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജോയിയുടെ മുതൽക്കൂട്ട്. 20-ാം വയസ്സിൽ കോളേജ് പഠനകാലത്ത് തുടങ്ങിയതാണ് ക്യാമറയോടുള്ള കമ്പം. അന്നത്തെ ചാലക്കുടിയിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ പ്രതാപനുമായി പരിചയപ്പെടുകയും തുടർന്ന് ഒരു ക്ലിക്ക് 3 ക്യാമറ സ്വന്തമാക്കുകയും ചെയ്തു. തൃശൂർ പൂരത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പകർത്തിയായിരുന്നു തുടക്കം. പിന്നീട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചിത്രങ്ങളെടുത്തു. പഠനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി ശീലമാക്കിയ ജോയ് ചാലക്കുടിയിലെ അമ്പിളി സ്റ്റുഡിയോയുമായി ചേർന്ന് പ്രവർത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം സൗത്ത് ജംഗ്ഷനിൽ സ്വന്തമായി സ്റ്റുഡിയോയും ആരംഭിച്ചു. സ്റ്റുഡിയോയ്ക്ക് നൽകിയ പൊന്നമ്പിളി എന്ന പേരിലാണ് പിന്നീട് ജോയ് അറിയപ്പെട്ടത്. അക്കാലത്തെ പോലീസ് ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു ജോയ്. മലക്കപ്പാറയിൽ കൊലപ്പെടുത്തിയ ടാക്സി ഡ്രൈവറുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ കൊക്കയിലിറങ്ങി സാഹസികമായാണ് എടുത്തത്. നോർത്ത് ചാലക്കുടിയിലെ സ്വീറ്റിയുടെ മരണം, തുരുത്തിപ്പറമ്പ് പള്ളിവികാരി ഫാദർ ജോബ് ചിറ്റിലപ്പള്ളിയുടെ കൊലപാതകം തുടങ്ങിയ പ്രമാദമായ കേസുകളിൽ പോലീസിനു വേണ്ടി ചിത്രങ്ങൾ പകർത്തി. അന്തരിച്ച നടൻ കലാഭവൻ മണി പൊന്നമ്പളി സ്റ്റുഡിയോയിൽ നിത്യസന്ദർശകനായിരുന്നു. KSU ജില്ലാ പ്രസിഡന്റായിരുന്ന ജോയ് ഇന്നും കോൺഗ്രസ് സഹയാത്രികനാണ്. TCV ചാലക്കുടി. തമിഴ് ബ്രാഹ്മണർ സാമവേദ ആവണി അവിട്ടം ആഘോഷിച്ചു. പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സമൂഹം പ്രസിഡന്റ് ദേവനാരായണൻ, സെക്രട്ടറി S. ശിവരാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി വാണിജ്യം. ഓണത്തോടനുബന്ധിച്ച് ഫർണിച്ചറുകൾക്ക് മികച്ച ഡിസ്കൗണ്ടുമായി തൃശൂർ പേരാമംഗലത്തെ പെർഫെക്റ്റ് ഹോമിന്റെ ഓണം മെഗാ സെയിൽ. ഇതിനോടകം ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച സ്ഥാപനമാണ് 6 വർഷമായി തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം സെന്ററിൽ ജോയ്സ് റെസിഡൻസി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോം ഫർണിഷിംഗ് ആൻഡ് ബ്ലൈൻഡ്സ്. ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ എല്ലാത്തരം ഫർണിച്ചറുകളും മിതമായ വിലയിൽ ലഭ്യമാക്കുന്ന പെർഫെക്റ്റ് ഹോം ഇക്കുറിയും ഓണത്തിന് കൂടുതൽ ഡിസ്കൗണ്ടുകളുമായാണ് മെഗാ സെയിലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തേക്ക്, അക്വേഷ്യ, മഹാഗണി, റബ്വുഡ് മരങ്ങളിൽ മികച്ച ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ഡിസൈനുകളിലും നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരമാണ് വിശാലമായ ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ, കിഡ്സ് ടേബിൾ സെറ്റ്, സ്റ്റീൽ അലമാരകൾ, ഫൈബർ ചെയർ, ഓഫീസ് ചെയറുകൾ, ടേബിളുകൾ, ബെഡുകൾ, റബ്ബർ മാറ്റുകൾ, ഫ്ലോർ മാറ്റുകൾ, ഫ്ലവർ വേസുകൾ, ഫ്രെയിം ഫോട്ടോസ് എന്നിവയുടെ ആകർഷകമായ കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബെഡുകൾ 5 മുതൽ 50% വരെ സ്പെഷ്യൽ ഓഫറുകളിലൂടെ സ്വന്തമാക്കാം. കൂടാതെ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ സ്വന്തം ഉൽപ്പന്നമായ PVC കർട്ടനും സീബ്ര കർട്ടനും മിതമായ നിരക്കിൽ ആവശ്യാനുസരണം ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. ആവശ്യക്കാർക്ക് ഉൽപ്പന്നങ്ങൾ സൗജന്യമായി വീടുകളിൽ എത്തിച്ചും നൽകും. ഓർഡറുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും 9846415590. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9355 രൂപ, പവന് 74,840 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. തെക്കേ ഗോപുരനടയിൽ ഭീമൻ അത്തപ്പൂക്കളം ഒരുങ്ങി. തൃശൂർ നഗരത്തിൽ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. 3 പിടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം സ്വദേശി സൂരജിന്റെ ഭാര്യ ഐശ്വര്യാണ് മരിച്ചത്. പട്ടിക്കാട് പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനമിടിച്ച അപകടം. ദേശമംഗലത്ത് ഉപയോഗശൂന്യമായ പാറമടയിലുണ്ട ഉടമയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂക്കോഴി മുണ്ടത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.